ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആ ഡോക്യുമെന്റ്സും തേടി പോകുന്ന പാറുവിനെയും വിപിനെയുമാണ്. അതേസമയം വഴിയരികില് ഒരു മുത്തശ്ശൻ അവരുടെ കാറിന് കുറുകെ തല കറങ്ങി വീഴുകയാണ്. പാർവതിയും വിപിനും ആ മുത്തശ്ശനെ സഹായിക്കാനായി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. അയ്യോ, എന്റെ സഞ്ചിയിലെ സാധനങ്ങളെല്ലാം താഴെ വീണല്ലോ എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ പാറു പറയുകയാണ്, ഞാനതെല്ലാം എടുത്തു വെക്കാൻ സഹായിക്കാം. അങ്ങനെ പാറു അതിലെ സാധനങ്ങൾ എടുത്തു വെക്കുന്ന കൂട്ടത്തില് വിശാലിന് വേണ്ടുന്ന ആ ഡോക്യുമെന്റ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്യുമെന്റ്സ് കിട്ടുമ്പോൾ പാറുവിന് സന്തോഷമാവുകയാണ്. മുത്തശ്ശന് നന്ദി പറഞ്ഞുകൊണ്ട് പാറുവും വിപിനും നേരെ കോടതിയിലേക്ക് പോകുന്നു. അങ്ങനെ അവർ പോയതിനു ശേഷം ആ മുത്തശ്ശൻ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി നിൽക്കുകയാണ്. ഉദയനൂരമ്മ തന്നെ അയച്ച പാറുവിനെ സഹായിക്കാനായി വന്ന ആളായിരുന്നു അത്. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയാണ്. പ്രഭാവതി വിശാലിന്റെ ഫോണിലേക്ക് വിളിച്ച് പറയുകയാണ്, മോളെ, പാർവതി ആ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ട് കളഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. നീ എന്താണെങ്കിലും ഇനി കോടതിയിലേക്കൊന്നും പോകണ്ട. ഞാൻ പോയി കോടതിയിൽ ഹാജരായിക്കോളാം. വേണ്ടമ്മേ, നടന്നത് നടന്നു, ഞാൻ തന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞ് വിശാല് കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് കോടതിയിൽ നിൽക്കുന്ന വിശാലിനെയാണ്. വിശാലിന്റെ ഒപ്പം പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും ഉണ്ട്. എടാ വിശാലേ, ആ ഡോക്യുമെന്റ്സ് എവിടെ പോയതാന്ന് പോലും പാർവതിക്ക് അറിയില്ല. പിന്നെ പാർവതി എവിടുന്ന് കൊണ്ടുവരുമെന്നാ നീ പറയുന്നത്? അതൊന്നും എനിക്കറിയില്ല. പാർവതി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നിരിക്കും. ഇതുവരെ പാർവതി എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ. ഇനിയും പാർവതി എന്നെ രക്ഷിച്ചിരിക്കും. ഇത് കേൾക്കുന്ന ജാസ്മിൻ മനസ്സിൽ പറയുകയാണ്, രക്ഷിക്കും രക്ഷിക്കും, നീ നോക്കിയിരുന്നാ മതി. ഇന്ന് അവള് കാരണമാകും നീ ജയിലിൽ പോകാൻ പോകുന്നത്. അവള് കാരണം തന്നെ നീ ജയിലിൽ പോകണം. എന്നിട്ട് അവളെ വെറുത്ത് തിരിച്ചും വരണം. എനിക്ക് അതാ വേണ്ടത്. എന്താണെങ്കിലും പാർവതി ഡോക്യുമെന്റ്സും കൊണ്ട് വരുമെന്ന് വിശാൽ പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, വിശാലിന്റെ വിശ്വാസം വിശാലിനെ രക്ഷിക്കട്ടെ. അതേസമയം വക്കീൽ അങ്ങോട്ടേക്ക് വരികയാണ്. എന്തു തന്നെ കോടതി വിധിച്ചാലും അത് ഏറ്റുവാങ്ങണം, അല്ലാതെ നമുക്കിനിയൊന്നും ചെയ്യാൻ സാധിക്കില്ല. താങ്കളുടെ വൈഫ് അത്രയും വലിയൊരു തെറ്റാ ചെയ്തതെന്ന് വക്കീല് പറയുമ്പോൾ വിശാൽ പറയുകയാണ്, നടന്നത് നടന്നു, നമുക്ക് അകത്തേക്ക് പോകാം. അതേസമയം ഡോക്യുമെന്റ്സുമായിട്ട് പാർവതി അങ്ങോട്ടേക്ക് വരികയാണ്. വിശാൽ സാർ, ഡോക്യുമെന്റ്സ് എല്ലാം കിട്ടിയെന്ന് പാറു പറയുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് വിശാൽ. അതേസമയം ഞെട്ടലോടെ നിൽക്കുകയാണ് ജാസ്മിൻ, പ്രഭാവതിയും പ്രതാപനും. ഈ ഡോക്യുമെന്റ്സ് എവിടുന്നാ കിട്ടിയതെന്നൊക്കെ വിശാൽ ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നീട് പറയാമെന്നും ഇപ്പൊ സാറ് അകത്തേക്ക് പോയിട്ട് വരാനും പാറു പറയുന്നു. അങ്ങനെ വിശാൽ നിരപരാധിയാണെന്ന് കോടതിയിൽ തെളിയിക്കപ്പെടുകയാണ്. തോമസ് ആൻഡ് കമ്പനി വിശാലിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി വിധിക്കുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം വിശാൽ പറയുകയാണ്, പാർവതി, നീ കാരണമാ ഞാനിന്ന് രക്ഷപ്പെട്ടത്. നീ ഡോക്യുമെന്റ്സ് കൊണ്ടുവരുമോ എന്ന് അമ്മയ്ക്കും അങ്കിളിനുമൊക്കെ സംശയമായിരുന്നു. ഈ ഡോക്യുമെന്റ്സ് തിരികെ കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എവിടുന്ന് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എല്ലാം ഉദയനൂരമ്മ കാരണമാണെന്ന് പാറു പറയുന്നു. ഇത് കാണുന്ന ജാസ്മിൻ ദേഷ്യത്തോടെ പറയുകയാണ്, എന്താണെങ്കിലും ഇവളെ നിന്നെയും തമ്മിൽ ഞാൻ പിരിച്ചിരിക്കും. നീ ഇവളെ വെറുക്കുന്ന ദിവസം ഞാൻ കൊണ്ടെത്തിച്ചിരിക്കും വിശാൽ. ഇത് ജാസ്മിന്റെ വാക്കാ. എന്താണെങ്കിലും നീ രക്ഷപ്പെട്ടില്ലേ മോനെ, അത് തന്നെ ഭാഗ്യമെന്ന് പ്രഭാവതി പറയുമ്പോൾ വിശാല് വക്കീലിന് നന്ദി പറയുകയാണ്. അങ്ങനെ അവരിറങ്ങുമ്പോൾ പ്രഭാവതി ജാസ്മിനോടും പ്രതാപനോടും പറയുകയാണ്, ഇനി അവളെ തോൽപ്പിക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. അവൾ പോലും അറിയാതെ അവളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകാൻ പോകുന്നു. എന്താ ചേച്ചി അതെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ അത് കാത്തിരുന്ന് കണ്ടോളാനും. എന്താണെങ്കിലും വിശാലും പാർവതിയും അധികം വൈകാതെ തന്നെ വേർപിരിഞ്ഞിരിക്കുമെന്നും ദേഷ്യത്തോടെ പറയുകയാണ് പ്രഭാവതി. പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തിയിരിക്കുന്ന പാറുവിനെയാണ്. പാറു ഉദയനൂരമ്മയെടുത്ത് എന്ന് പറയുകയാണ്, അമ്മേ, ഇന്ന് എന്താണെങ്കിലും ജാസ്മിൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാ. അതിനുള്ള ശിക്ഷ അമ്മ തന്നെ അവൾക്ക് കൊടുക്കണം. പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് അമ്മയോട് ചോദിക്കാനുണ്ട്. ദൈവമേ, ഇനി എപ്പോഴാ എന്നെ കാണാൻ വരുന്നത്? അതേസമയം മോളെ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഗായത്രി വരികയാണ്. നിനക്ക് എന്താ മോളെ എന്നോട് പറയാനുള്ളതെന്ന് ഗായത്രി ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം ഗായത്രിയോട് പറയുകയാണ് പാർവതി. മോളെ, നീ വിഷമിക്കണ്ട. ജാസ്മിന്റെ ദുഷ്ടതയ്ക്കുള്ള ശിക്ഷ അവള് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതെന്താണെങ്കിലും അവൾ അനുഭവിച്ചിരിക്കും. ഇത്രയും നാളും ഞാൻ അവളോട് ക്ഷമിച്ചതാ ദൈവമേ. ഇനി എന്നെ കൊണ്ടാകില്ല. അവൾ കാണിച്ച തെറ്റിനുള്ള ശിക്ഷ അവൾക്ക് അധികം വൈകാതെ തന്നെ കൊടുക്കണം. നീ വിഷമിക്കാതെ മോളെ. നീ ഇന്ന് വേദനിച്ചതിന്റെ 10 മടങ്ങ് അവൾ വേദനിക്കുന്നത് നിനക്ക് അധികം വൈകാതെ തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ജാസ്മിൻ പാർവതി ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് കണ്ട് സംശയത്തോടെ നിൽക്കുകയാണ്. അതേസമയം വിശാല് തന്നെ വഴക്കു പറയാത്തതിനെ കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കുകയാണ് പാർവതി. വിശാൽ സാറ് എന്നെ എങ്ങനെയാ കാണുന്നതെന്ന് ദേവമ്മയ്ക്കറിയാമോ? ദേവമ്മയെ പോലെയാ. അമ്മയുടെ തനിപ്പകർപ്പാ ഞാനെന്നാ വിശാൽ സാറ് പറയുന്നത്. അതേസമയം ഇത് കാണുന്ന ജാസ്മിൻ മനസ്സിൽ പറയുകയാണ്, ഇവളിതാരോടാ സംസാരിക്കുന്നത്? ഉദയനൂരമ്മയോടോ അതോ ഗായത്രി അമ്മയോടോ? നീ സമാധാനമായിട്ടിരിക്കുക. നിന്റെ ഒപ്പം എന്നും ഞാനും നിന്റെ ഉദയനൂരമ്മയും ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഗായത്രി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പാറുവും ഗാർഗിയും കൂടി പുറത്തേക്ക് പോകുന്നതാണ്. അതേസമയം വഴിയരികിലെ ഒരു കടയിൽ വെച്ച് ജാസ്മിന്റെ ആ കൂട്ടുകാരിയെ പാറു കാണുന്നു. തുടർന്ന് ആ കൂട്ടുകാരിയെ കാണിച്ചുകൊണ്ട് ഗാർഗിയോട് പാറു പറയുകയാണ്,
ഗാർഗി, ഇത് ആ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഇന്നലെ കാറിൽ ലിഫ്റ്റ് ചോദിച്ച് കയറിയ പിന്നെയാ ആ ഡോക്യുമെന്റ്സ് കാണാതായത്. ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ്, ഇനി എന്താണെങ്കിലും അവളെ വെറുതെ വിടാൻ പാടില്ല. അത്രയും പറഞ്ഞുകൊണ്ട് പാറുവിനെ വിളിച്ചുകൊണ്ട് ഗാർഗി പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് ആ പെൺകുട്ടിയെ തടഞ്ഞു നിർത്തുകയാണ്. തുടർന്ന് പാറു ദേഷ്യത്തോടെ ആ പെണ്ണിനോട് ചോദിക്കുകയാണ്, നീ ആരാ? നിന്റെ ഗർഭമൊക്കെ എവിടെ പോയി? നീ എന്താ ഒറ്റ ദിവസം കൊണ്ട് പ്രസവിച്ചോ? ആ ഡോക്യുമെന്റ്സ് എവിടെയെന്ന് ഗാർഗിയും ചോദിക്കുന്നു. ഇതൊക്കെ കേട്ട് തല കുനിച്ച് നിൽക്കുകയാണ് ആ പെൺകുട്ടി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.